ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഈ ഒരു മാൽപ്പൂരി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം, പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹാഫ് കപ്പ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു പഞ്ചസാര ലായനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. മാവ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂണ് കരിഞ്ജീരകമോ അല്ലെങ്കിൽ എള്ളോ, പിന്നെ ഈ ഒരു തണുത്ത പഞ്ചസാര ലായനി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് മാവ് വേണ്ടത്. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കാണ് ഞാനിപ്പോൾ വെച്ചത്. ഇങ്ങനത്തെ ഒരു പരന്ന ഒരു നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെ പരന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കണം. എന്നാലേ ഇതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് പൊരിച്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് അങ്ങനെ വെച്ചിട്ട് പൊരിക്കണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. ഇത് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അങ്ങനെ ഇത് പൊരിച്ച് കോരി മാറ്റി വെക്കുക. പിന്നെ അടുത്ത മാവും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കണം. സോ ഇത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.